അധ്യാപകർക്കും ജീവനക്കാർക്കും ആയിരക്കണക്കിന് അധ്യാപകർക്കും ജീവനക്കാർക്കും ഈ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാതിരിക്കുകയും ഇന്ന് ഇവിടെ വന്നതിന്റെ ഭാഗമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരൈക്യ പ്രസ്ഥാനമായ FSCTO ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി കുറഞ്ഞ സമയങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ചാനൽ 10 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വലിയ ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയാണ്. അധ്യാപക സർവീസ് സംഘടനകളുടെ പോസ്റ്റൽ വോട്ട് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നമ്മളോടൊപ്പം പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവർ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നീണ്ട ഒരാഴ്ചക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കുന്നത്. എല്ലാ വർഷവും അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാം മൗലികാവകാശമായ വോട്ടവകാശം അംഗീകരിച്ചു പോകുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നത്. ഡ്യൂട്ടിയുള്ള മുഴുവൻ ജീവനക്കാർക്കും തപാൽ മാർഗം പോസ്റ്റൽ വോട്ട് നൽകുകയും അതുവഴി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ജീവനക്കാരും അധ്യാപകരും വോട്ട് ചെയ്യരുത് എന്ന പ്രത്യേകമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തപാൽ മാർഗം വോട്ട് അയക്കുന്ന രീതി അവസാനിപ്പിക്കുകയും പ്രത്യേക VFCകൾ മുഖേന വോട്ട് ചെയ്യുന്ന രീതി ആവിഷ്കരിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി അധ്യാപകർക്കും ജീവനക്കാർക്കും ആയിരക്കണക്കിന് അധ്യാപകർക്കും ജീവനക്കാർക്കും ഈ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാതിരിക്കുകയും ഇന്ന് ഇവിടെ വന്നതിന്റെ ഭാഗമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടർമാരായിട്ടുള്ള അധ്യാപകരും ജീവനക്കാരുമാണ് ഓരോ വിതരണ കേന്ദ്രത്തിലും എത്തിച്ചേരുന്നത്. ആ വിതരണ കേന്ദ്രത്തിൽ രാവിലെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ പോസ്റ്റൽ ബാലറ്റ് എത്തിയിട്ടില്ല എന്നാണ് അധികാരികൾ യാതൊരു മനോദാക്ഷിണ്യവും ഇല്ലാതെ പറയുന്നത്. ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരൈക്യ പ്രസ്ഥാനമായ FSCTO ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ റിട്ട് കൊടുക്കുകയും ആ റിട്ടിൽ ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പായി എല്ലാ ജീവനക്കാരുടെയും തപാൽ വോട്ട് ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ലെങ്കിൽ FSCTO നേതൃത്വത്തിൽ വീണ്ടും എല്ലാ ജീവനക്കാരുടെയും വോട്ട് അവകാശം ഉറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് FSCTOക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ വിതരണ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് അധ്യാപകരും ജീവനക്കാരുമാണ് അവരുടെ മൗലികാവകാശ സംരക്ഷണത്തിനായി അണിചേർന്നിട്ടുള്ളത്. സത്യത്തില് ഇലക്ഷൻ സുഗമമായി നടത്തുന്ന ആളുകള് ഇവിടുത്തെ അധ്യാപകർ ജീവനക്കാരും തന്നെയാണ്. ആ ആളുകളുടെ വോട്ട് നിഷേധിക്കുക എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ആദ്യം മുതൽ പറഞ്ഞത് 31-ാം തീയതി മുതൽ ക്ലാസ്സുകൾ തുടങ്ങി. 31-ാം തീയതി ക്ലാസ്സിൽ വരുന്ന അവിടെ മുതൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 31-ാം തീയതി ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾക്കും വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അന്ന് എവിടെയും ബാലറ്റ് എത്തിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 3-ാം തീയതിയാണ് പിന്നത്തെ ക്ലാസ് വന്നത്. 3-ാം തീയതിയിലെ ക്ലാസ്സിൽ ഭാഗികമായിട്ട് വോട്ട് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 4-ാം തീയതി ഉള്ളൂ ഒരു വോട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിൽ എത്തിയത്. പക്ഷെ അപ്പോഴേക്കും 31-നും 3-നും വന്ന വോട്ടർമാര് അല്ലെങ്കിൽ ക്ലാസ്സിന് വന്ന ഡ്യൂട്ടിയുള്ള ആളുകൾക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർക്കാണ് ഇന്ന് ഇവിടെ സൗകര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇന്നും ആ വന്ന ആളുകൾക്ക് ബാലറ്റ് എത്താത്ത സാഹചര്യം ഇന്നുണ്ട്. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിലുള്ള ബാലറ്റുകൾ ഒരു 80% എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റു ജില്ലയിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം അങ്ങേയറ്റം പരാജയമാണ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയപ്പോൾ തന്നെ 1000-ഓളം ആളുകൾക്ക് ഓരോ മണ്ഡലത്തിലും, പ്രത്യേകിച്ച് ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് വോട്ട് അന്നും ഇത് നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അത് തീർത്തും ഈ ജീവനക്കാരോടും അധ്യാപകരോടും ചെയ്യുന്ന ഒരു അനീതിയാണ്. അവര് ഇലക്ഷന്റെ ഭാഗമായിട്ട് എല്ലാ ജോലിയും അവർ ചെയ്യുക, എന്നാൽ അവരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുക എന്നുള്ളത് തീർത്തും ഒരു അനീതിയാണ്. ഇതിനെതിരെ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഈ നിമിഷം വരെ ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. ഈ ജീവനക്കാർക്ക് ഇലക്ഷൻ നടത്തുന്നതിന്റെ പേരിൽ അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന് പോയിട്ടുള്ളത്. ഇതിൽ അങ്ങേയറ്റം സങ്കടമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞങ്ങളും അങ്ങേയറ്റം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ഈ കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രതിഷേധിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അധികാരികളുടെ അനാസ്ഥയിൽ ഇവരുടെ വലിയ ഒരു അവകാശമാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഇവരെല്ലാവരും ഒരേ സ്വരത്തോടു കൂടെ പറയുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം
അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് കാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.